നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ഓഫ് സീക്വൻസസ്. അപ്പം നമ്മൾ എന്താണ് സീക്വൻസിൻ്റെ ലിമിറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. A1 A2 എക്സെട്ര അതൊരു സീക്വൻസ് ആണ്. B1 B2 എക്സെട്ര അത് വേറൊരു സീക്വൻസ് ആണ്. ഇത് രണ്ടും എന്താണ് കൺവേർജൻ്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് bn എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സീക്വൻസ് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് അവരുടെ ലിമിറ്റ് കാണുന്നതിന് ഈക്വലാണ് എന്താണ് നമ്മൾ അവരുടെ ലിമിറ്റുകൾ സെപ്പറേറ്റ് കണ്ടിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സി എ എൻ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ആണ്. ഒരു കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് നമുക്ക് ലിമിറ്റ് കണ്ടാൽ മതി. ഓക്കെ, മൂന്നാമത്തത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് സീക്വൻസ്. ആ സീക്വൻസിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് കാണുന്നതിന് ഈക്വലാണ് നമ്മൾ ആ സീക്വൻസുകളുടെ ലിമിറ്റ് കണ്ടിട്ട് അവരുടെ പ്രോഡക്റ്റ് കാണുന്നത്. ഓക്കെ, നാലാമത്തത് if n tends to infinity bn not equal to 0 and bn not equal to 0 then limit n tends to infinity an by bn ന് ഈക്വൽ ആണ് ലിമിറ്റ് n tends to infinity an divided by limit n tends to infinity bn. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇഫ് എഫ് കണ്ടിന്യൂസ് അറ്റ് ലിമിറ്റ് n tends to infinity anൽ എഫ് എന്താണ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity എഫ് ഓഫ് എ എന്നിനെ എഫ് ഓഫ് ലിമിറ്റ് n tends to infinity an എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുമെന്ന്. ആറാമത്തത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്താണ്? കോൺസ്റ്റൻറ്റ് സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ലിമിറ്റ് n tends to infinity 1/n എന്താണ്? 0 1/n എന്നുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്? 0 അതുപോലെ 1/n² എന്താണ്? 0 തന്നെയാണ്. എട്ടാമത്തത് ഇഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ ഈക്വൽ ടു എൽ ആയിരിക്കും. അതായത് വേരിയബിൾ മാറി എന്ന് വെച്ചിട്ട് ലിമിറ്റിൽ മാറ്റമൊന്നും വരില്ല എന്ന്, ലിമിറ്റ് വാല്യൂവിൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ എക്സ് അല്ലേ നമ്മൾ ഇൻഫിനിറ്റിയോട്ട് വിട്ടത്, എഫ് ഓഫ് എക്സിൽ എക്സിനെ ഇവിടെ എക്സിന് പകരം n ആക്കി കൊടുത്തെന്ന് വെച്ചിട്ടോ വേറെ വേരിയബിൾ ആക്കി കൊടുത്തെന്ന് വെച്ചിട്ടോ നമ്മുടെ എല്ലിൽ മാറ്റം വരില്ല എന്ന്. ഓക്കെ, ഒമ്പതാമത്തെ പ്രോപ്പർട്ടി മോഡ് ആർ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r⁻n എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ r-1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r⁻n എന്താണ്? എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, രണ്ട് പ്രോബ്ലംസ് നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1/n അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n + 1 ഇൻറ്റു n - 2/n ഇൻറ്റു n + 3 ഇത് രണ്ടിൻ്റെയും ലിമിറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ സീക്വൻസിൻ്റെ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n-1/n എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഞാനൊരു എന്നിനെ മേലെ ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ എടുത്ത് ഓക്കെ അല്ല സോറി n-1/n അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് n-1/n എന്നോട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ n/n എന്താ വരിക? 1 അല്ലേ? അത് എഴുതി. പിന്നെ -1/n അല്ലത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇതിന് എഴുതാൻ പറ്റും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 എന്താ? കോൺസ്റ്റൻ്റ് ലിമിറ്റ് എന്താ? കോൺസ്റ്റൻ്റ് തന്നെയല്ലേ? ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താ? 0 അല്ലേ? പ്രോപ്പർട്ടി 7. അപ്പോൾ എന്താണ്? 1 - 0 = 1 എന്ന് വരും. ഇതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ 3n + 1 ഇൻറ്റു 2n - 2 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n + 3. മേലെ ഈ 3n + 1 ഉണ്ടല്ലോ, ഇവിടുന്ന് ഞാനൊരു എന്നിനെ കോമൺ എടുക്കുകയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? 3 + 1/n എഴുതിക്കൂടെ? അതുപോലെ n - 2 ഞാനൊരു n എടുക്കും. അപ്പോൾ ആ n കൂടെ കൂടിയിട്ട് n² ആവും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 - 2/n എന്ന് ബാക്കിയുണ്ടാവും. ഓക്കെ, ആദ്യം 3n + 1 ഒരു n പുറത്തെടുക്കുമ്പോൾ n ഇൻറ്റു 3 + 1/n വരും. അതുപോലെ n - 2 ഞാനൊരു n എടുക്കുമ്പോൾ ആ n n² ആവും. ബാക്കി അവിടെ 1 - 2/n വരും. ഓക്കെ, ഇതുപോലെ നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് ഇവിടെ ഒരു n ഓൾറെഡി ഉണ്ട്. ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ n + 3 ഞാൻ എന്ത് ചെയ്യണം? ഒരു n കൂടെ എടുക്കുമ്പോൾ n² ഇൻറ്റു മറ്റേതെന്തായി മാറും? 1 + 3/n ആയി മാറും അല്ലേ? ഈ n² ഈ n² കട്ട് ചെയ്യാം. ബാക്കി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 + 1/n മൈനസ് 1 മൈനസ് ഇൻറ്റു 1 - 2/n ഡിവൈഡഡ് ബൈ 1 + 3/n വരും.
അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 + 1/n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 2/n അല്ലേ. നമുക്ക് പ്രോപ്പർട്ടി ഏത് വെച്ചിട്ടാണോ അല്ലേ 3 വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിന് അങ്ങനെ എഴുതാന്നുണ്ട് അല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി അപ്പോൾ എന്തൊരു ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 3/n അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ആരാ 0 അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 എന്താ 3 ആണ്, മറ്റേത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n 0 എന്ന് വരും. അപ്പോൾ 3 + 0 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ആരാ 1 തന്നെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/n എന്ത് വരും, -2 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n അല്ലേ, അതെന്താ 0. അപ്പോൾ 2 × 0 എന്ന് വരും അല്ലേ. അപ്പോൾ 0 അടിയിൽ എന്ത് വരും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 വരും. 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് വരും. 3 × 0 എന്ന് വരും അല്ലേ. അപ്പോൾ 0. അപ്പോൾ 3 + 0 ഇൻറ്റു 1 - 0/1 + 0. അപ്പോൾ 3 × 1/1 വരും, 3 എന്ന് വരും വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി sin of πn/2n + 1. Second one, limit n tends to infinity 3n² - 2n + 1 by n × n + 1 minus n × n + 2 divided by n + 1 × n + 3 all square. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിയാണ്. അതായത് അഞ്ചാമത്തെ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് പ്രോബ്ലത്തിലും കേട്ടോ. അതാണ് ഇവിടെ ബോക്സിലൊന്ന് മാറ്റി എഴുതിയത്. ആ പ്രോപ്പർട്ടിയാണ് അഞ്ചാമത്തെ. ആ പ്രോപ്പർട്ടീനൊന്ന് എഴുതിയത് എന്താണ്, എഫ് കണ്ടിന്യൂസ് അറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് anനെ എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് എഴുതാൻ പറ്റുന്നു. ഓക്കെ, അതായത് anലുള്ള ലിമിറ്റ് കണ്ടിട്ട് എഫ് ഓഫ് കൊടുക്കുന്നതിന് ഈക്വൽ തന്നെയാണ് എന്ത്, എഫ് ഓഫ് anൻ്റെ ലിമിറ്റ് കാണുന്നതെന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് പ്രോബ്ലം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ഓഫ് πn/2n + 1 എന്നല്ലേ. ഇവിടെ ഫംഗ്ഷൻ ആരാ, സൈൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഉള്ളിലുള്ള ആളെ ലിമിറ്റ് കാണാൻ പോവാണ്. നമ്മളോട് ആ രൂപത്തിലല്ലേ പറഞ്ഞത്, ഇതാ ഈ anൻ്റെ ലിമിറ്റ് കാണുക. ഓക്കെ, എന്നിട്ട് അതിന് എഫ് ഓഫ് കൊടുത്താൽ മതിയെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ πn/2n + 1ൻ്റെ ലിമിറ്റ് കാണുകയാണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി πn/2n + 1 which is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മേലെ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എന്നിന് ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു എന്നിന് കോമൺ എടുക്കുകയാണെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു പൈ ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 + 1/n എന്ന് വരും. അപ്പോൾ അതിനെങ്ങനെ ഇതാ പൈ ഇൻറ്റു 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 + 1/n എഴുതി കൂടെ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ആരാ 0 ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 എന്ന് മാത്രം അവിടെ ബാക്കി വരും അല്ലേ. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ആരാ 2. അപ്പോൾ പൈ ഇൻറ്റു 1/2 which is equal to π/2. അപ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി πn/2n + 1 എന്ത് കിട്ടി, π/2 എന്ന് കിട്ടി. ഇനി ഇവിടെ ഫംഗ്ഷൻ ആരാ, സൈൻ എക്സ് അല്ലേ, എഫ് ഓഫ് എക്സ് സൈൻ എക്സ് അല്ലേ. ഓക്കെ, എഫ് എന്താണ്, കണ്ടിന്യൂസ് ആണ് ഓൺ ആർ അല്ലേ. സോ നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ ഓഫ് πn/2n + ഇതിനല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ്, ഓക്കെ ഇത് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സോ ഈ ഒരു ആളെ നമുക്ക് സൈൻ ഓഫ് πn/2n + 1നെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് സൈൻ എക്സ് അല്ലേ. സോ എഫ് ഓഫ് πn/2n + 1 എഴുതി കൂടെ. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ സ്റ്റെപ്പ് എങ്ങനെ വന്നു, ഇതാ ഈ പ്രോപ്പർട്ടി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് a എന്ന് പറഞ്ഞാൽ ആരാ, എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a എന്നല്ലേ. സോ എങ്ങനെ ഇതാ എഫ് ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി πn/2n + 1 എഴുതാൻ പറ്റും. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി πn/2n + 1 എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇവിടെ കണ്ടുവച്ചത് അല്ലേ, π/2 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് π/2. ഓക്കെ, എഫ് ഓഫ് π/2 എന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് ആരാ, സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ സൈൻ π/2 അല്ലേ. ഓക്കെ, സൈൻ π/2 ആരാ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ πn/2n + 1 = 1 എന്ന് കിട്ടി. അടുത്ത പ്രോബ്ലം, ഇതും നമ്മുടെ ഈ അഞ്ചാമത്തെ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ x² ആണേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n² - 2n + 1 by n × n + 1 minus n × n + 2 by n + 1 × n + 3 ഹോൾ സ്ക്വയർ ആണ് കാണേണ്ടത്.
സോ നമ്മൾ ആ ഉള്ളിലുള്ള ആളെ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് ആദ്യം കാണുന്നു. ഓക്കെ, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇയാൾ ആദ്യം കാണുന്നു. അപ്പോൾ എന്തൊരു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ഇതിനെ സെപ്പറേറ്റ് കൊടുക്കാമല്ലോ. 3n² മൈനസ് 2n പ്ലസ് 1 ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n പ്ലസ് 2 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3. നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ, നമുക്കതിന് ലിമിറ്റ് ഓഫ് എ എൻ പ്ലസ് ബി എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ലിമിറ്റ് ഓഫ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് ലിമിറ്റ് ഓഫ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ബി എൻ എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളിതിങ്ങനെ എഴുതിയത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ചെയ്താൽ മേലെ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു n² കോമൺ എടുക്കുക, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു n² കിട്ടും. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി വരുന്ന ആളെ എഴുതി. അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n² കട്ട് ചെയ്യുമ്പോൾ 3 മൈനസ് 2 ബൈ n പ്ലസ് 1 ബൈ n² ബൈ 1 മൈനസ് 1 പ്ലസ് 1 ബൈ n വരും. മറ്റേത് എന്ത് വരും? 1 പ്ലസ് 2 ബൈ n ബൈ 1 പ്ലസ് 1 ബൈ n ഇൻറ്റു 1 പ്ലസ് 3 ബൈ n വരും. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 ബൈ n², അതുപോലെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 ബൈ n 0 അല്ല. അപ്പോൾ ഇതും 0 ആയി പോവും. ബാക്കി അവിടെ 3 എന്ന് മാത്രം വരും. അതുപോലെ ഇത് ഇയാളും 0 ആയി പോവും. ബാക്കി അടിയിൽ 1 വരും. അപ്പോൾ 3 ബൈ 1 വരും അല്ലേ. ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെയും 0 ആയി പോവും. ഇവിടെയും 0 ആവും, ഇവിടെയും 0 ആവും. അപ്പോൾ 1 ബൈ 1 ഇൻറ്റു 1 വരും, 1 ബൈ 1. ഓക്കെ, അപ്പോൾ 3 മൈനസ് 1 വരും. 3 മൈനസ് 1 ആരാ? 2 എന്ന് കിട്ടി. അതായത് ലിമിറ്റ് ഓഫ് ഇയാൾ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ ആണ് f(x) ആണ്. x² എന്താണ്? കണ്ടിന്യൂസ് ആണ് ഓൺ ആറിൽ അല്ലേ. സോ നമുക്ക് ലിമിറ്റ് ഓഫ് ഇതാണ് നമുക്ക് കാണേണ്ട ആൾ. അയാൾ ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്താൽ നമ്മുടെ ഫംഗ്ഷൻ ആര്? x² അല്ലേ. അപ്പോൾ ഇയാളെ എങ്ങനെ ചെയ്താൽ എഫ് ഓഫ് എന്നിട്ട് എഴുതി കൂടെ എഫ് ഓഫ് ഇയാളെ എഴുതാം അല്ലേ. ഇസ് ഈക്വൽ ടു നമ്മുടെ പ്രോപ്പർട്ടി 5 വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്താൽ എഫ് ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 3n² മൈനസ് 2n പ്ലസ് 1 ബൈ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. ഈ വാല്യൂ അല്ലേ നമ്മൾ ആദ്യം കണ്ടുവച്ചത്, അത് എത്രയെന്ന് കിട്ടിയ 2 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² അല്ലേ. അപ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു 2². സോ 4 എന്ന് കിട്ടും വാല്യൂ. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോബ്ലം. Prove that limit n tends to infinity r raised to n equal to ഇൻഫിനിറ്റി ആവും, r ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ. അതുപോലെ r ഈക്വൽ ടു 1 ആവുമ്പോൾ 1 ആവും, 0 ആവും എപ്പോൾ? 0 ലെസ് ദാൻ ഈക്വൽ ടു r ലെസ് ദാൻ 1 ആവുമ്പോൾ. അപ്പോൾ ഈ 3 കേസിലും നമുക്കിവിടെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഉള്ള ഒന്ന്, അതാണ് കേസ് 1. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, പിന്നെയോ r ഈക്വൽ ടു 1 ആകുമ്പോൾ, പിന്നെ ഈ കേസ് 0 ലെസ് ദാൻ ഈക്വൽ ടു r ലെസ് ദാൻ 1, അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ 2 കേസ് വരുന്നില്ല. ഒന്ന് r ഈക്വൽ ടു 0യും വരുന്നുണ്ട്, പിന്നെ 0 ലെസ് ദാൻ r ലെസ് ദാൻ 1 ഈ കേസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ 2 എണ്ണം വരുന്നത് സെപ്പറേറ്റ് ആക്കി ചെയ്തതാണ് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റ് r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന്. r ഗ്രേറ്റർ ദാൻ 1 ആവുക എന്ന് പറയുമ്പോൾ r എന്താ ഒരു 1 പ്ലസ് സം നമ്പർ എന്നുള്ള രൂപത്തിലല്ലേ വരിക, 1നേക്കാൾ ഗ്രേറ്റർ ആണെന്നല്ലേ. അപ്പോൾ എസ് ഗ്രേറ്റർ ദാൻ 0, 1 r ഈക്വൽ ടു 1 പ്ലസ് എസ് എന്ന് എഴുതാം. നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് r റേസ് ടു n ഈക്വൽ ടു 1 പ്ലസ് എസ് r റേസ് ടു n. അപ്പോൾ r പറഞ്ഞാൽ 1 പ്ലസ് എസ് അല്ലേ. അപ്പോൾ 1 പ്ലസ് എസ് റേസ് ടു n. ഇതിനെങ്ങനെ എഴുതാം? പ്ലസ് ബി റേസ് ടു n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊരു എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ബൈനോമിയൽ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ 1 പ്ലസ് എൻ എസ് പ്ലസ് പിന്നെ കുറച്ച് എസ് അതിൻ്റെ ഹയർ ടേംസ് ഉള്ള പോസിറ്റീവ് ടേംസ് അല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയത് പോസിറ്റീവ് ടേംസ് വിത്ത് ഹയർ പവേഴ്സ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ r റേസ് ടു n ഈക്വൽ ടു 1 പ്ലസ് എൻ എസ് പ്ലസ് സം പോസിറ്റീവ് ടേംസ് വിത്ത് ഹയർ പവർ ഓഫ് എസ് എന്നുള്ള രൂപത്തിലല്ലേ കിട്ടിയത്. ദാറ്റ് മീൻസ് r റേസ് ടു n ഗ്രേറ്റർ ദാൻ 1 പ്ലസ് എൻ എസ് എന്ന് പറഞ്ഞൂടെ അല്ലേ. ഇത് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് എന്താണ് ഇയാളല്ലേ, ഈ r റേസ് ടു n അല്ലേ 1 പ്ലസ് എൻ എസിനേക്കാൾ ഗ്രേറ്റർ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് പറയാം? n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എൻ എസ് എന്താവും? ഇൻഫിനിറ്റിയിലോട്ട് പോകില്ലേ. അപ്പോൾ ആ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അതല്ലേ ചെറുത്. അയാൾ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്തായാലും r റേസ് ടു n ഇൻഫിനിറ്റിയിലോട്ട് പോകണ്ടേ. സോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി r റേസ് ടു n ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇവിടുത്തെ ഫസ്റ്റ് കേസ് എന്തായി? നമ്മൾ പ്രൂവ് ആക്കി. r ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമുക്ക് വേണ്ട ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി r റേസ് ടു n എന്താ? ഇൻഫിനിറ്റി എന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തത്
പ്രൂവ് ചെയ്യണം. രണ്ടാമത് എന്താ പറഞ്ഞാൽ ആർ ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആർ ഈക്വൽ ടു 1 ആകുമ്പോൾ ആർ റേസ് ടു എൻ എന്താ 1 അല്ലേ വരിക. സോ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്താ വരിക 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ കേസും പ്രൂവായി, രണ്ടാമത്തും പ്രൂവായി. ഇനി മൂന്നാമത്തെ എന്താ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 1. ഈ കേസ് അല്ലേ, ഇതിൽ തന്നെ 2 കേസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ആർ ഈക്വൽ ടു 0 ആവണ ഈ ഒരു കേസ്. അപ്പോൾ ആർ ഈക്വൽ ടു 0 ആകുമ്പോൾ ആർ റേസ് ടു എൻ ഓട്ടോമാറ്റിക്കലി എന്താണ് 0 അല്ലേ. സോ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു എൻ എന്താ 0 എന്ന് വരും. അപ്പോൾ അവിടെ പ്രൂവായി, ഈ ആർ ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കേസ് പ്രൂവായി. ഇനി 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ 1 എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ 1/r എന്താ വരിക, ഇത് തിരിച്ചിടുമ്പോൾ എന്ത് വരും, ഗ്രേറ്റർ ദാൻ 1 എന്നല്ല വരിക. ഇനിക്വാലിറ്റി തിരിയും അല്ലേ, ആർ ലെസ് ദാൻ 1 എന്നല്ല, അപ്പോൾ 1/r ഗ്രേറ്റർ ദാൻ 1 എന്നല്ലേ വരിക. ഓക്കെ, അപ്പോൾ ആ നമ്പറിനെ ഞാൻ ഡ്രോ എന്ന് വിളിച്ചു. ഓക്കെ, 1/r ഗ്രേറ്റർ ദാൻ 1 ഇതിനെ നമ്മൾ ഡ്രോ എന്ന് വിളിച്ചു. അപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ 1ഉം ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആർ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആ ആർ റേസ് ടു n എന്താ ഇൻഫിനിറ്റി എന്നല്ലേ. ഓക്കെ, അതല്ലേ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കേസ് പ്രൂവ് ചെയ്തത് അല്ലേ. ഇതാ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n ഇൻഫിനിറ്റി ആവും എപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ. അതല്ലേ നമ്മൾ ഫസ്റ്റിൽ പ്രൂവ് ചെയ്തത്. ഓക്കെ, അതിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ റോ ഗ്രേറ്റർ ദാൻ 1 എന്നല്ല കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി റോ റേസ് ടു n ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതിക്കൂടെ, പ്രോബ്ലം ഇല്ലല്ലോ, എഴുതി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, റോ ഈക്വൽ ടു 1/r അല്ലേ, റോ ഈക്വൽ ടു 1/r ആണ്. സോ ആർ ഈക്വൽ ടു 1/ρ എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n എങ്ങനെ എഴുതാം, ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1/ρ റേസ് ടു n എന്ന് എഴുതി കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി റോ റേസ് ടു n എന്ന് എഴുതാം. 1 ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി റോ റേസ് ടു n ആരാ, ഇൻഫിനിറ്റി അല്ലേ, അതിവിടെ കൊടുത്തു 1/∞, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തായി, എല്ലാ കേസിലും നമ്മൾ പ്രൂവ് ആക്കി ആർ ഗ്രേറ്റർ ദാൻ 1 ഇൻഫിനിറ്റി ആണെന്നും ആർ ഈക്വൽ ടു 1 1 ആണെന്നും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 1 നമ്മൾ 0 ആണെന്നും പ്രൂവ് ആക്കി. ഓക്കെ.